കുഞ്ഞാടേ നീ യോഗ്യൻ. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ, യോഗ്യൻ നീ യേശുവേ. സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ഓ യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ നീ യേശു. യോഗ്യൻ നീ യേശുവേ. സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, യോ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. ഓ യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. അങ്ങയെ ബഹുമാനിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ വാഴ്ത്തും. Slain Lamb of God, we thank you for the privilege to worship you and praise you. അങ്ങ് അതിന് യോഗ്യൻ. You're worthy. അങ്ങയുടെ മുൻപാകെ ഞങ്ങൾ വണങ്ങുന്നു. We worship and bow before you. അങ്ങയെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കുവാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ. Grant us the grace to respect you as you deserve to be worshipped. അങ്ങയുടെ സത്യങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. Reveal your truths to us. അങ്ങയെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. Reveal yourself to us. അതിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ ഇറക്കണമേ. Send us to the deeper depths. അതിനായിട്ടുള്ള വലിയ വാഞ്ച ഇന്ന് ഞങ്ങളുടെ ഉള്ളത്തിൽ തരണമേ. Grant us the great desire for that this morning. അങ്ങ് സ്തുതികളിൽ മേൽ വസിക്കുന്നവനാണ്. You inhabit on the praises of your people. അങ്ങയുടെ ജനത്തിന്റെ സ്തുതി അങ്ങ് സ്വീകരിക്കുന്നു. You receive the praises of your people. അതിന്റെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്റെ മേലായിരിക്കും. You will send your blessings upon your people. ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു. We wait on you. യേശുക്രിസ്തുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. Please be seated. എല്ലാവർക്കും ഇരിക്കാം. കർത്താവിന്റെ മഹത്വം. ഇന്ന് നിങ്ങളോടൊപ്പമായിരിക്കാൻ ലഭിച്ച ഈ അവസരത്തിനായിട്ടും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Praise God for this opportunity to be with you this morning.
എല്ലാ ദൈവജനത്തെയും ദൈവദാസന്മാരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. And I greet the people of God and the servants of God this morning. സഭയുടെ പാസ്റ്റർ ലെസ്ലി, നാട്ടിൽ നിന്ന് പാസ്റ്റർ PS ഏബ്രഹാം കുടുംബമായിട്ട് വരാൻ ദൈവം ഇടയാക്കി. അതുപോലെ ഇവിടെയുള്ള മറ്റ് ദൈവദാസന്മാർ എല്ലാവർക്കായും സ്തോത്രം. Thank God for the servants of God this morning. പാസ്റ്റർ PS ഏബ്രഹാം ഞാനും വളരെ അടുത്താണ് താമസം. Pastor PS Abraham and I live very close by. എന്നാലും തമ്മിൽ കാണാൻ വലിയ സൗകര്യമില്ലാത്ത ഒരു കാലം. And we are actually living at a time where we are not able to see each other as often as we would like to. നിങ്ങളുടെ രാജ്യം പോലെ ഇന്ത്യയിലും വല്ലാത്ത സ്ഥിതി. ഒരു 1.25 വർഷമായിട്ട് എങ്ങോട്ടും ഇറങ്ങാനും പോകാനും സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലം. More than a year, almost a year and a quarter, we have been restricted from our travels and seeing people. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയതിന് ശേഷമുള്ള കുറേ ആളുകളും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. And I see that after I came the last time, I see new faces this morning. എല്ലാവർക്കായും ദൈവത്തിന് സ്തോത്രം. And I thank God for all of you. ദൈവം നിങ്ങൾക്ക് നൽകുന്ന അഭിവൃദ്ധികൾക്കായി ഞാൻ ദൈവത്തിന് വാഴ്ത്തുന്നു. I thank God for the prosperities that God has been giving to you. വളരെ നല്ല ശക്തിവത്തായ ഒരു സന്ദേശം ഇന്ന് രാവിലെ നാം കേട്ടു. സ്റ്റാൻലി, right? Yes. Stanley. From Brother Stanley, we heard a very powerful word. ദൈവം അങ്ങനെയുള്ള ചെറുപ്പക്കാരെ എഴുന്നേൽപ്പിച്ച് ദൈവത്തോടുള്ള ആഗ്രഹവും ആവേശവും അവർക്ക് കൊടുക്കുന്നതിൽ ഞങ്ങൾ ഈ ചില പഴയ തലമുറക്കാരായി വരുന്ന ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. We especially people who are getting to be that older generation, we love when we see younger people getting deeper into the depths of the word of God and the power of God. അടുത്ത തലമുറ ശക്തമായിട്ട് വരുന്നതിൽ വലിയ സന്തോഷം. We really rejoice that there is a younger generation that is being used powerfully by God. ദൈവം ഉപയോഗിക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. Thank God for all of you that God is using. ദൈവത്തിന്റെ ആരാധനയിൽ നയിക്കാൻ കൃപ കിട്ടിയ കോയർ. The choir that is leading the worship. ഡോക്ടർ ജെപ്സൺ പലയിടങ്ങളിൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഞാൻ കാണുന്നു ധാരാളം ആളുകൾക്ക് അനുഗ്രഹം കൊടുക്കാൻ ടീച്ച് ചെയ്യാൻ ദൈവം ഉപയോഗിക്കുന്നു. God has been using Dr. Jepson to teach the word of God in many places. അങ്ങനെ നിങ്ങളിൽ പലരെയും ദൈവം ഉപയോഗിക്കുന്നു എന്ന് കാണുന്നതിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷം. As a servant of God, I really rejoice that God is using many of you in many parts of the world powerfully. നമ്മൾ കേട്ട സന്ദേശം നമുക്ക് അല്പം കൂടെ അതിൻ്റെ ഭാവം ഒന്ന് കേൾക്കാം. And we are going to continue on from where we heard the word. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ചാണല്ലോ സ്റ്റാൻലി ഇവിടെ സംസാരിച്ചത്. Stanley was talking about going into the depths of the Spirit of the Lord. പാസ്റ്റർ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച പെന്തിക്കോസ്റ്റ് സൺഡേ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച ഇവിടെ ശുശ്രൂഷിച്ചു. And last Sunday we ministered about the rivers of living water, the flow of the Holy Spirit. ആ വാക്യം എനിക്കും എടുക്കാൻ ആഗ്രഹമുണ്ട്. I would like to touch upon that verse again. പക്ഷെ വേറെ ചില കാര്യങ്ങളിലേക്കൂടെ അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങളിലേക്കാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. And I'm going to go in connection with that this morning. അല്ലേ, ദൈവത്തിൻ്റെ ആഴങ്ങളിലേക്കുള്ള ഒരു വിളിയാണ് ഇന്ന് രാവിലെ നമ്മൾ കേട്ടത്. What we heard about the call into deeper things of God. മനുഷ്യർക്ക് എപ്പോഴും അതിന് വലിയ ഒരു ആവേശം ഉണ്ടാവാറില്ല. കുറേ കാലം നമ്മളൊരു മതത്തിൽ ഒരനുഭവത്തിൽ ആയിരിക്കുമ്പോൾ അതിനകത്തൊരു തൃപ്തി വന്ന് നമ്മൾ ഏതാണ്ടൊക്കെ ആയി എന്നൊരു ധാരണ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. Many times we reach a plateau, a sense of saturation, and we are just complacent and happy and satisfied where we are. We don't have a quest for deeper things. വേദപുസ്തകം അങ്ങനെ പറയുന്നുണ്ട്. ലവോദിക്ക സഭയിൽ ആ സഭയെക്കുറിച്ച് പറയുന്നത് അവർ വരുന്നിട്ട് പറയുന്നത് എല്ലാം കുഴപ്പമില്ല എന്ന് മാത്രമല്ല, ഞാൻ ധനവാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല.
And about the Laodicean church, the word of God very clearly says, they come, they do things, they go through the motions, and they say that we are rich, we have no shortage, we don't lack anything, we are okay. ദൈവത്തിന്റെ സ്തുതി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വരുന്നു. We come to give praise to God. ദൈവം വലിയ അത്യാവശ്യത്തിൻ്റെയൊക്കെയാണ് സ്തുതിക്കുക. അപ്പൊ നമ്മളിങ്ങനെ സ്തുതിക്കാനൊക്കെ ദൈവത്തിൻ്റെ God is in search of our praise. He is just like really desiring it. So we just give him something to satisfy him. അങ്ങനെ വലിയ കാര്യമൊന്നും ദൈവത്തിന് നിന്ന് പ്രാപിക്കാനൊന്നും വരുന്നു എന്ന് പറയാൻ പറ്റില്ല. We cannot say that we are coming to receive anything from God. അങ്ങനെ ചില സമയത്തുണ്ടാവും. വലിയ ഗതികേടിന്റെ സമയം വരുമ്പോൾ നമ്മളൊന്ന് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒന്ന് വഴങ്ങാനും അങ്ങനെ ചില ദിവസങ്ങളുണ്ടാവും. And sometimes when we go through those desperations, we come and we want to receive greater things from God. ബാക്കിയുള്ള സമയത്ത് നമുക്ക് തോന്നുന്നത് we are okay എന്നാണ്. And the rest of the time, what we believe is that നമ്മളെല്ലാം കുഴപ്പമില്ല. അതാണ് പൊതുവെയുള്ള ആത്മലോകം. And that is a common picture of the spiritual world. പക്ഷെ പണ്ട് സങ്കീർത്തക്കാരൻ ഒന്ന് പറഞ്ഞു, എനിക്ക് മാൻ നീർത്തോടിനായി ദാഹിക്കുന്നത് പോലെ ദൈവമേ എനിക്ക് നിന്നെ ഒന്ന് കാണണം. But the psalmist says, as the deer longeth for the waters, I want to come to you. എൻ്റെ മാംസം, എൻ്റെ ശരീരം അതിനു വേണ്ടി കൊതിക്കുന്നു. My flesh, my body is desiring for it. എൻ്റെ ആത്മാവ് അതിനു വേണ്ടി കൊതിക്കുന്നു. My spirit, it's desiring for it. ഓടി വരണം, എനിക്ക് നിന്നെ കാണണം. I want to long and I want to run to you. അങ്ങനെയുള്ള അനുഭവം ആത്മലോകത്തിൽ കുറച്ചു പേർക്കുണ്ട്. Some people in the spiritual realm have such an experience. പക്ഷെ ഒത്തിരി ആളുകൾക്ക് ഉണ്ടാവില്ല. But many people don't have it. ഞാൻ നമ്മളെ പെന്തക്കോസ്തുകാരാണ് പറയുന്നത്. I'm talking about Pentecostals. ബാക്കിയുള്ളവരും അങ്ങനെയൊക്കെ തന്നെ. And the other people are no different than us. നമ്മൾ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ. We are also likewise. നമ്മൾ കുറച്ചു പേരൊക്കെ പെന്തക്കോസ്തലായിട്ട് ഒത്തിരി കാലമായി. We've been Pentecostals for many years. നിങ്ങൾ ചിലർ ഒരു പക്ഷേ അത്രയും കാലമായി കാണുകയല്ല. Some of you may not be like that. ഞാനാണെങ്കിൽ ഈ പെന്തക്കോസ്ത് വീട്ടിൽ ജനിച്ചതാണ്. I was born in a Pentecostal house. അങ്ങനെ ഈ കാലം എല്ലാം പെന്തക്കോസ്തിലായിരുന്നു. So I was all my years I've been in Pentecost. അപ്പൊ നമുക്ക് കാര്യങ്ങൾ അറിയാം എന്നൊരു ചിന്തയുണ്ടാവും. So we think that we know these things. പക്ഷേ But ഇവൻ നമ്മുടെ ഈ ഭൗമ ലോകം നോക്കൂ. look at our material world, the physical world. ഈ ഭൗമ ലോകത്തിൽ ഇന്ന് വരെ മനുഷ്യൻ ഈ ഭൗമലോകത്തെ മൊത്തം മനസ്സിലാക്കി എന്ന് പറയാൻ പറ്റില്ല. We cannot say that the people, man, has actually known the universe, the world as he should. എന്തുമാത്രം ബുദ്ധിമാന്മാർ ലോകത്തിലുണ്ട്. How many wise people are there on this face of the earth? എന്തുമാത്രം ഗവേഷണങ്ങൾ നടത്തുന്നു. How many researchers are going on the face of the earth? ഗവേഷണങ്ങൾ തീർന്നോ? Has the researchers ended? ഏതെങ്കിലും ഒരു വിഭാഗത്തെ സംബന്ധിച്ചുള്ള ഗവേഷണം അവസാനിച്ചു? Has research ended in any subject? നമ്മൾ പറയുന്ന ഈ ലോകം, so this world that we talk about, ഈ പരിമിതികളുള്ള ലോകം, this world that is limited, പക്ഷേ അതിനകത്തെ ഗവേഷണങ്ങൾ പോലും തീർന്നിട്ടില്ല. even the researchers in a limited world has not ended. ഒരു വിഭാഗത്തിലെ ഗവേഷണവും തീർന്നിട്ടില്ല. Not even in one subject or one aspect. അതിന്റെ അർത്ഥം ഇതെല്ലാം ഈ ഭൗമലോകം പോലും വലിയ 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 ആഴങ്ങളുള്ളതാണ്. So even this material physical universe is impregnated with great depths. പക്ഷേ ആത്മലോകം എന്നതൊന്നുണ്ട്. But there is a spiritual world. ആളുകൾ അധികം പേര് കാണുന്നില്ല. Many people don't see it. എന്താ ഞാൻ കാണുന്നില്ല, പക്ഷെ എന്നാലും ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയുണ്ട്. Even though I don't see it, there is the work of God. എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, എന്നാലും ദൈവത്തിന്റെ പ്രവൃത്തി. I don't feel it, but he is still there and he is working. അല്ല, ഈ ഭൗമലോകത്തെ മൊത്തം എക്സ്പ്ലോർ ചെയ്ത് ഇതിനെ മൊത്തം റിസർച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാതെ വണ്ണം ഇത് വലുതാണെങ്കിൽ, if this entire universe, with doing all the research that we have in this world, we can still not be able to come to the fullness of the exploration. ഇതെല്ലാം ഉണ്ടാക്കിയ ദൈവത്തെ ഒന്ന് മനസ്സിലാക്കാൻ മനുഷ്യന് പറ്റുമെന്ന് ആരെങ്കിലും ധരിച്ചാൽ, if anybody thinks that man will be able to explore the fullness of the creator of this entire universe, ആ ചിന്ത എന്ത് ചിന്തയാണെന്ന്? what type of thought is that? വാസ്തവത്തിന്റെ വിഡ്ഢിത്തമല്ലേ? Isn't that foolishness? ദൈവത്തിന് വലിയ ആഴങ്ങളുണ്ട് എന്നാണ് വചനം പറയുന്നത്. The word of God very clearly says God has deeper things. അങ്ങനെയാണ് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം പറയും.
1 Corinthians chapter 2 verse 10 talks about that. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായും. Amen. The Holy Spirit, the Spirit goes into the depths of the Lord. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. And that's why in Ephesians chapter 1 verse 15 onwards Paul says, പ്രാർത്ഥനയാണ്. it's a prayer of Paul. നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ കിട്ടണം. I want you to have the spirit of revelation and the spirit of wisdom and understanding of God. കാരണം ദൈവത്തെ കാണാൻ പറ്റില്ല. Because you cannot see God. ഈവൻ കാണാൻ പറ്റുന്ന കാര്യത്തെ പോലും നമുക്ക് മൊത്തം അറിയാൻ പറ്റുന്നില്ല. We cannot even know the things that we are able to see with our own കാണാൻ eyes. പറ്റാത്ത ദൈവത്തെക്കുറിച്ച് എന്തോ അറിയാം. How can we know the God that we cannot see? സ്വല്പം വെളിപ്പെടുത്തി കിട്ടിയാൽ അത്രേ അറിയാം. So if something is revealed, we can receive it. വെളിപ്പെടുത്താത്തതൊന്നും നമുക്ക് പേഴ്സണലി വെളിപ്പെടുത്തി കിട്ടാത്തതൊന്നും നമ്മുടെ തലയ്ക്കകത്ത് കയറില്ല. So nothing that has not been personally revealed to us will not enter into our head. ഈ പുസ്തകം ദൈവത്തെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. The word of God has revealed God to us. പക്ഷേ ഇതിനകത്ത് മൊത്തം കാര്യം നമ്മുടെ തലയിൽ കയറുകയില്ല. But the word entirely does not get into our head. ദൈവം വലിയ ആഴമുള്ള ആളാണ്. God is a God of great depth. ദൈവം കൂടെ കൂടെ ഇങ്ങനെ തന്നെത്താൻ വെളിപ്പെടുത്തിയാൽ അത്രയും കാര്യം അറിയാം. So if God continues to partially reveal himself, we will get the greater and greater depths of God. അതുകൊണ്ട് പറയുന്നു വെളിപ്പാടിന്റെ ആത്മാവ് തന്നെ സ്ഥിരം ഇതിനകത്ത് താമസിച്ച് ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. So that's why the word of God says in the prayer of Paul is that there must be a spirit of revelation that continues to reside within our life. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് എനിക്ക് അവനെ ഒന്ന് അറിയണം. That's why Paul says I want to know him. അറിഞ്ഞത് പോരാ. Not enough that I know him. ഒരുപാട് വെളിപ്പാടുള്ള മനുഷ്യൻ. Oh, he's a man of great revelation. വെളിപ്പാടുകളുടെ ആധിക്യമുള്ള മനുഷ്യൻ എന്നാണ് He's a പറഞ്ഞിരിക്കുന്നത്. man of great depths of revelation. പക്ഷെ താൻ പറയുന്നു ഇനിയും എനിക്ക് അവനെ ഒന്ന് But he അറിയണം. says I want to know him more. അവൻ ശക്തി എനിക്കൊന്നറിയണം. I want to know his power. അവന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ എനിക്കൊന്ന് അനുഭവിച്ചു. I really want to experience the fellowship of the sufferings of Christ. ഇത് അറിഞ്ഞാലും തീരില്ല. It's knowing more and more is not going to അതുകൊണ്ടാണ് ഇതിന്റെ satiate me. ആഴത്തിലേക്ക് I want to കൊണ്ടുപോകണമേ. go into the depths of him. അതിനുവേണ്ടി ഞാൻ എന്ത് ത്യാഗവും സഹിക്കും. I am willing to do anything for that. എന്ത് ഞാൻ ഉപേക്ഷിച്ചു. I will forsake anything. എന്ത് ഞാൻ ഉപേക്ഷിക്കും. I'm willing to forsake anything. അവരുടെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത അത്ര വലുതാണ്. Because the great and greatness of the knowledge of Christ. അവൻ അപരിമിതനായ ദൈവം. He is a God who is beyond our thinking. Infinite. Amen. Limitless God. He's a limitless God. അവിടുത്തെ വചനം അറിയാമെന്ന് വിചാരിച്ചാലോ? If we think that we know his word. എന്റെ പുസ്തകത്തിൽ ഉപയോഗം കൊണ്ട് ചില വലുതായിട്ടുണ്ട്. And because of the use of the Bible that I handle, it has grown a little bit more. നിങ്ങൾ ബാക്കി പഠിക്കുന്ന പുസ്തകങ്ങൾ, നിങ്ങൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, പഠിക്കുന്ന പാഠങ്ങൾ ഒരാണ്ടിൽ നേരെ പഠിച്ചാൽ അടുത്ത ആണ്ടിൽ ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. And if you go to school, when you actually study for a particular year, and if you study properly for that year, there is nothing more that you can actually learn from that book. നെക്സ്റ്റ് ഇയർ അത് തന്നെ എടുത്ത് വായിച്ചു നോക്കുക, അതിനകത്ത് ഗുരുവായില്ല. So next year if you read the same book, you may not see anything new. കാരണം ഒരാണ്ട് കൊണ്ട് തല കയറി. Because it has gone into our head during that year that you actually studied it properly. അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്. That's how I understand academics. ഞാൻ പള്ളിക്കൂടത്തിൽ പഠിച്ച കാലത്ത് നല്ലപോലെ പഠിക്കുമായിരുന്നു. And when I went to school, I used to study well. എൻ്റെ പരീക്ഷയ്ക്ക് മുഴുവൻ പാഠവും പഠിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ. And I used to study the lesson properly before I went to the exam. ഏത് ചോദ്യം ചോദിച്ചാൽ എനിക്കറിയാമായിരുന്നു. And I used to have the answer for any question that was asked. ഇൻഫാക്ട് എൻ്റെ ടെക്സ്റ്റ് ബുക്ക് മൊത്തം കാണാൻ പഠിച്ചിട്ട് ഞാൻ പോകും. And I used to even learn by heart the textbooks. അതിന് എനിക്ക് ഒത്തിരി നേരമൊന്നും വേണ്ട. I did not need a lot of time for that. വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും എനിക്ക്. I was able to learn it quickly. അങ്ങനെയാണ് ദൈവം എന്നെ ഉണ്ടാക്കിയത്. And that's how God made me. പക്ഷേ ഈ പുസ്തകം ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ട്, But from the time that I have started learning this word, I read it over and over again. ഞാൻ വായിക്കും.
പക്ഷേ I feel I don't know much about this. എങ്കിലും ഇതിനെപ്പറ്റി അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ചിന്ത. ചില സമയത്ത് ഒരു പുസ്തകം പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവും. Sometimes you get a desire to learn a book. ഒരു പുസ്തകം, One book from the Bible. ഞാൻ അടുത്തേക്ക് അങ്ങ് വായിക്കും. Then I will read it. പിന്നെയും വായിക്കും. I'll read it again. പിന്നെയും വായിക്കും. I'll read it again. പ്രത്യേകിച്ച് ഒന്നും കിട്ടുകയില്ല. I may not get anything in particular new. കാരണം ഏറെക്കുറെ വാക്യങ്ങളെല്ലാം എനിക്കറിയാം. Because I know those verses by heart. നല്ലൊരു ഭാഗം, പുതിയ നിയമത്തിൽ നല്ലൊരു ഭാഗം. Most of the New Testament. എനിക്കറിയാം. I know. By heart. ഒന്നും കിട്ടുകയില്ല. I may not get anything new. എന്നാൽ ചില ദിവസം വരും. But some days വെളിപ്പാട് തുടങ്ങും. a revelation starts. വായിച്ച ആ ഭാഗത്ത് നിന്ന് ആത്മാവ് കാര്യം കാണിച്ചു തന്നു. And the Holy Spirit will start revealing things from the same text that I read. അങ്ങനെയാണ് കൊരിന്ത്യർ ലേഖനം പറയുന്നത്. And that is what the book of Corinthians says. Natural man does not understand the things of God. ദൈവത്തിന്റെ കാര്യങ്ങളെ പ്രാകൃത മനുഷ്യൻ അറിയുന്നില്ല. കാരണം അതിന് വെളിപ്പാട് വേണം. You need a revelation for that. ഏത് പാസ്റ്റർക്കും ഏത് വചനത്തിന്റെ എക്സ്പേർട്ട് എന്ന് തോന്നുന്ന ആളിനും ഇതിന്റെ എല്ലാ കാര്യം അറിയില്ല. No person who considers himself or herself to be an expert of the word of God does not know the greater depths of the word. ഇന്നലെ പഠിച്ച ആ ഭാഗത്ത് കൂടുതൽ മർമ്മങ്ങളും രഹസ്യങ്ങളും ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. God has more mysteries, more, hallelujah, greater, deeper things from where you have actually learned in the past. കാരണം ഇതിന്റെ അർത്ഥം അതിന്റെ സർഫേസിലല്ല. The meaning of the word is not on the surface of it. Of course അതിന്റെ സർഫേസിൽ ഒരു അർത്ഥം ഉണ്ട്. There is a meaning on the surface of it. പക്ഷെ ആ സർഫേസിലല്ലാതെ അതിന്റെ ആഴത്തിൽ ഒരുപാട് കാര്യങ്ങൾ മർമ്മമായി രഹസ്യമായി ദൈവം ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. Beyond the superficial surface of the word of God, God has greater mysteries that is deeper in the word. അത് നാം അറിയണം. We need to know that. ദൈവമേ എനിക്ക് കൂടുതൽ വെളിപ്പെടുത്തി I തരണം. want to have more revelation, God. ഏത് തിയോളജിയനും പറയണം ദൈവമേ എനിക്ക് കൂടുതൽ വെളിപ്പാട് Every വേണം. theologian must say I need more. ഏത് വിശ്വാസിയും പറയണം എനിക്ക് ഇന്ന് വെളിപ്പാട് വേണം. Believer must say I need a greater revelation. കാരണം ഈ പുസ്തകം അത്ര ആഴമുള്ള പുസ്തകമാണ്. Because this word is a word of great depth. Hallelujah. ഭൂമിയിലെ മുഴുവൻ പണ്ഡിതന്മാരും പഠിച്ചു നോക്കിയാലും തീരില്ല ഇത്. Oh, even if the greatest philosophers and the scholars of this world study this, they're not going to finish learning the word. അവിടെ നമുക്ക് വേണ്ടിയത് കാര്യങ്ങളുടെ ദൈവത്തിന്റെ ആഴത്തിലേക്ക്, ദൈവിക കാര്യങ്ങളുടെ ആഴത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം. So we need to have a desire to go into the deeper things of God. Hallelujah. ആത്മാവിനെ കുറിച്ചാണല്ലോ ഇവിടെ ഇന്ന് പറഞ്ഞത്. We heard about the Holy Spirit this morning. ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുക. We need to live continually being filled in the Holy Spirit. Well, അതൊരു ദൈനംദിന എവറി മൊമെന്റിലുള്ള ഉണ്ടായിരിക്കേണ്ട ഒരു അനുഭവമാണ്. That's an experience that we need to have daily, every moment of our life. എപ്പോഴും, every day, every time. അതിനകത്തങ്ങിരിക്കണം. We need to be in the Spirit. അതാണ് ഈ ആത്മാവിലുള്ള ജീവിതം. That is a life in the Spirit. എന്നാൽ ഞാൻ ഒന്ന് പറയാൻ വിചാരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അതിന്റെ ആഴത്തിൽ നിന്ന് പോകുന്ന കാര്യമാണ്. And I'm going to talk about this morning about going deeper into the Holy Spirit. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഭാഗം. It's a portion that you've all heard. യെഹെസ്കേൽ പ്രവചനം 47 അധ്യായം. The book of Ezekiel chapter 47. ഞാൻ അതിനെ കുറിച്ച് ഒത്തിരി വിശദീകരിക്കത്തില്ല. I don't want to go into great explanations. അതിന്റെ ഒരു പ്രിൻസിപ്പിൾ മാത്രമേ ഞാൻ പറയുള്ളൂ. I just want to talk about one principle, that's it. ആ കാര്യം നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. I hope and believe that you all know that. ചില ആർക്കെങ്കിലും അറിയാൻ മേലായെങ്കിൽ, if you don't know that, പ്രവാചകന് ദൈവാലയത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ദൈവം കൊടുത്തതാണ് യെഹെസ്കേൽ 40 അധ്യായം മുതൽ. And from 40th chapter of the book of Ezekiel, God was giving the revelation or the vision about the temple of God. ആ 47 അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ദേവാലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു ഒഴുകുന്നു. And then when you come to 47, from the doorstep of the threshold of the house of the Lord, there is a river that starts flowing.
അപ്പോൾ അത് പഴയ നിയമ ദേവാലയവുമായിട്ട് വാസ്തവത്തിൽ ബന്ധമില്ല. It doesn't have a clear direct connection with the Old Testament temple. കാരണം പഴയ നിയമ ദേവാലയത്തിൽ നിന്ന് അങ്ങനെ ഒരു നദി ഒഴുകിയില്ല. There was no literal river like that in the Old Testament temple. അവിടെ പുരോഹിതന്മാർക്ക് കൈകാലുകൾ കഴുകാൻ ഒരു തൊട്ടി വെച്ചിരുന്നു, അതിനകത്ത് വെള്ളം ഒഴിച്ചിരുന്നു. There was a brazen a bucket that was actually there that people, the servants of God, the priests would wash their feet. ഇവിടെ ആ ദേവാലയത്തിന്റെ അവിടുന്ന് ഒരു നദി അങ്ങ് ഒഴുകുകയാണ്. But here, in this vision, in this revelation, there is a river that starts flowing from the threshold of the house of God. എന്നിട്ട് പ്രവാചകനോട് ഒരു ദൂതൻ കയ്യിൽ ഒരു ചരടും പിടിച്ച് അളന്നുകൊണ്ട് ഈ നദിക്കകത്തോട്ട് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്റെ പുറകെ ഇറങ്ങി വരാൻ. And then there is a angel of God that has a line with him, measuring line with him, and he says, "Come with me." 1000 മുഴമൊക്കെയാണ് ഒരാളെ അളവാക്കുന്നത്. 1000 cubits he measures first. എന്നിട്ട് ഇറങ്ങി വരാൻ പറയും. Then he says, "Come down again." പ്രവാചകൻ ഇറങ്ങിച്ചു. And so the man of God, the prophet, is going with the angel of God. അപ്പൊ വെള്ളം പാദം വരെ എത്തി. So then the water is almost ankle deep. അത് കഴിഞ്ഞ് അത്ര ഇറങ്ങി ചെന്നപ്പോൾ അടുത്ത 1000 മുഴം ഇറങ്ങി. And then another 1000 cubit was measured. അത്ര അളന്ന് ഇറങ്ങി ചെന്നപ്പോ വെള്ളം മുട്ട് വരെ എത്തി. And then the water is almost knee deep. അത് കഴിഞ്ഞപ്പോ പിന്നെ ഇറങ്ങി ചെല്ലാൻ പറഞ്ഞു. And then the angel said, "Come, let's go." അടുത്ത Further. 1000 മുഴം. And then another 1000 അപ്പൊ cubit വെള്ളം feet. ആരൊക്കെ പോത്തി. And it's almost waist high. അത് കഴിഞ്ഞ് അടുത്ത 1000 മുഴം. And then another 1000 cubit. അത് ഇറങ്ങി ചെന്നു. He went again. അപ്പൊ വെള്ളം തലയ്ക്ക് മീതെയായി. So now the water is above the head. ഇതൊരു ദർശനമാണ്. This is a revelation. This is a vision. അത്രയും കാണിച്ചിട്ട് കരയ്ക്ക് തിരിച്ചു വിളിച്ചുകൊണ്ട് കുറെ കാര്യം കാണിച്ചു. And then he brought him back to the banks of the river, and then he showed him other visions. എന്താണ് പ്രവാചകനെ കാണിച്ച ഈ കാര്യം? What was it that the angel of God showed the prophet? പഴയ നിയമത്തിൽ അങ്ങനെ ഒരു നദി ഇല്ല. There is no literal river like that in the Old Testament temple. എന്താണ് അദ്ദേഹത്തെ കാണിച്ചത്? So what was the Spirit of God showing here? ഈ പ്രവാചകന് ദൈവം കൊടുത്ത വേറെ കുറെ വെളിപ്പാട്. There are more greater revelations that the Lord gave to this prophet. 36 അധ്യായത്തിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ In chapter 36 verses 25 through 37. ദൈവം ആ പ്രവാചകനോട് പറയാണ്, ഞാൻ ജനത്തോട് ഒരു പുതിയ നിയമം ചെയ്യുന്ന കാലം വരും. The prophet is being told by the Lord, there is going to be a time where I'm going to make a new testament, a covenant with my people. നിങ്ങളോട് ഞാൻ അരുളി ചെയ്തു. I have told you. ഞാൻ എന്റെ വിരല് കൊണ്ട് എഴുതിയ പ്രമാണം നിങ്ങളുടെ കയ്യിൽ തന്നു. I gave you the commandments that I wrote with my own എന്റെ fingertips. ഹിതത്തിന്റെ വെളിപ്പാട് നിങ്ങൾക്ക് അറിയിച്ചു. I gave my revelation to you. പക്ഷെ അത് പാലിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റി. But you were not able to fulfill them. നിങ്ങൾ പരാജയപ്പെട്ടു പോയി. You failed in them. അവിടെ ഞാൻ ഒരു പുതിയ കാര്യം So ചെയ്യാം. I'm going to do a new thing. ഞാൻ എന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എഴുതാം. I'm going to write my word in your heart. കല്ലിലല്ല, Not on a stone, പുറത്തല്ലിനി, not outside. ഇനി നിന്റെ ആ ഹൃദയത്തിനകത്ത് എഴുതാം. I'm going to write it inside of you. എന്നിട്ട് ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം തരാൻ I'm going പോകുന്നു. to give you a new heart. എന്നോട് ബഹുമാനമുള്ള ഹൃദയം, A heart that is respectful of me. എനിക്ക് വിധേയപ്പെടുന്ന ഒരു ഹൃദയം, A heart that is submissive to എനിക്ക് me. വേണ്ടി കൊതിക്കുന്ന ഒരു A ഹൃദയം, heart that is desiring me. അത് ഞാൻ നിനക്ക് തരാൻ I'm going to പോകുന്നു. give it to you. പക്ഷെ എന്റെ വഴിയിൽ നടക്കാൻ നിനക്ക് ത്രാണിയില്ല. But you're not able to walk in my ways. കാരണം എന്റെ വഴി വളരെ ഉന്നതമാണ്. Because my ways are greater, higher. നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും അവിടെ കയറി നടക്കാൻ പറ്റും. How much ever you strive on your own, you will not get up there. അത്ര ഉന്നത വഴി. Because those ways are so high. ഇതിന്റെ മാനദണ്ഡം വളരെ വലുതാണ്. The standards of those ways are very high. ആത്മീയ ജീവിതത്തിന്റെ ദൈവം പ്രതീക്ഷിക്കുന്ന നിലവാരം സ്വർഗരാജ്യത്തിന്റെ നിലവാരങ്ങളാണ്. Oh, the spiritual expectations of God about the spiritual life of a person is heavenly expectations. അത് ഈ ബുദ്ധിക്ക് തിരിയില്ല. That cannot be fathomable to our intellect. അത് താങ്ങാൻ ഈ ശരീരത്തെ കൊണ്ട് പറ്റില്ല. This body is not able to hold it. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാ. I'm going to do something. ഞാൻ ഒരു പുതിയ ആത്മാവിനെ തരാൻ പോവാ. I'm going to give you a new heart. എന്റെ ആത്മാവിനെ നിന്റെ അകത്താക്കാൻ പോവാ. I'm going to put my heart within you. സ്തോത്രം. Amen. എന്ന് പറഞ്ഞാൽ എന്റെ ജീവൻ നിന്റെ അകത്താക്കാൻ പോവാ. My life I'm going to put inside of you. അത് വന്ന് നിന്നെ കറി അങ്ങ് നിറയ്ക്കും. That's going to fill you up.
അതിനെ പൊക്കിയെടുക്കും. And then that will lift you up. എന്റെ വഴിയിൽ നടക്കാൻ വേണ്ടി നിന്നെ ഞാൻ ഉയർത്തും. I'm going to lift you up to the place where you will be able to rise to the standards of mine and you will be able to walk in my ways. അതാണ് ഈ പ്രവാചകന് കൊടുത്ത വെളിപ്പാട്. That was a revelation that the Lord gave to this prophet. ആത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. And the work of that spirit is what we described here. ഇതിനെ കുറിച്ചാണ് യേശു വിളിച്ചു പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഇവിടെ പ്രസംഗിച്ചത്. That was what was preached last Sunday, that Jesus cried out on the last day of the feast. കണ്ടില്ലേ ഈ നദി ഒഴുകുന്ന കാര്യം? There is a river that is flowing. ആ നദിയിലേക്ക് നമ്മെ വിളിക്കുകയാണ്. I am calling you to this river. ആ നദി പരിശുദ്ധാത്മാവാണെന്നാണല്ലോ കഴിഞ്ഞ ആഴ്ച ഇവിടെ And പ്രസംഗിച്ചത്. last Sunday we heard that that river is the river of the Holy Spirit. ആ നദി ഇങ്ങനെ ആഴമുള്ളതാണ്. That river is a deep river. അതിനകത്ത് ഇറങ്ങി ചെല്ലണം. When you go deeper into that river, കിട്ടിയ അനുഭവത്തിൽ നിന്നാ പോരാ. do not stand in the experience that you've received. പെന്തിക്കോസ്തുകാരായ നമ്മള് അസംബ്ലീസ് ഓഫ് ഗോഡുകാർ പരിശുദ്ധാത്മ സ്നാനത്തിൽ വിശ്വസിക്കുന്നു, ഉപദേശിക്കുന്നു. And we as Pentecostals, we as Assembly of God believers, we believe in the baptism of the Holy Spirit and we exhort and teach the people about the baptism of the Holy Spirit. എല്ലാവരും പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം എന്നാണ് നമ്മുടെ വിശ്വാസം. And our belief and expectation is that all of us will be filled will be baptized in the Holy Spirit. നമ്മുടെ വിശ്വാസം മാത്രമല്ല, It's not only a belief. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. And that is the word that is exhorting us. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതാണ്. It is for you and your children and for everyone that is called by the heavenly Father from near and from far. ഇത് പ്രായമുള്ളവർക്കുള്ളതാണ്. It is for the older people. ചില വല്യപ്പന വല്യമ്മ ആയെന്ന് വിചാരിച്ചാൽ For അവർക്കുള്ളതാണ്. grandfathers, grandmothers, it is for everybody. എല്ലാ ചെറുപ്പക്കാർക്കും ഉള്ളതാണ്. It is for the young people. എല്ലാ യൗവനക്കാർക്കും It ഉള്ളതാണ്. is for younger എല്ലാ people. ബാലന്മാർക്കും ബാലികമാർക്കും It is ഉള്ളതാണ്. for the children as well. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്നാണ് ദൈവം The പറഞ്ഞത്. word of God says, in the end times I'll pour out my spirit upon all flesh. അത് നിങ്ങളുടെ പുത്രന്മാരുണ്ട്, പുത്രിമാരുണ്ട്, You have your sons and your daughters. നിങ്ങളുടെ വൃദ്ധന്മാരുണ്ട്, You have your വൃദ്ധകളുണ്ട്. older men and your older women. നിങ്ങളുടെ കാലം കഴിഞ്ഞില്ല. Your time is not up. ഇതെല്ലാം അവസാനിച്ചു എന്ന് പറയരുത്. Do not think that everything is over. ശരീരത്തിൽ ആരോഗ്യമില്ലെന്ന് പറയരുത്. Don't say that you have no more strength in your body. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. Those who wait upon the Lord shall renew their strength. വാർദ്ധക്യത്തിൽ ഈ ശക്തി ഇറങ്ങി വരും. And there will be a power that comes down in your old age. അവരുടെ മേൽ ദർശനങ്ങൾ വരും. There will be revelations that come. സ്വപ്നങ്ങൾ There ഉണ്ടാവും. will be dreams that come. അവർ ദൈവാത്മാവിൽ They സംസാരിക്കും. will speak in the Holy Spirit. Hallelujah. പഠിച്ചവരുടെ മേലും വരും, പഠിക്കാത്തവരുടെ മേലും വരും. Upon the literate and the illiterate. നിങ്ങൾ വലിയ ഹൈലി എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞില്ലേ, നിങ്ങളുടെ മേൽ വരും. Upon the people who are highly qualified and നിങ്ങൾ educated. PhD-കാരുടെ മേൽ വരും. Upon the PhD people. നിങ്ങളുടെ എഞ്ചിനീയേഴ്സിന്റെ മേൽ വരും. Upon your education. ഡോക്ടേഴ്സിന്റെ മേൽ വരും. Upon everything. പഠിക്കാത്തവരുടെ മേൽ വരും. Hallelujah. ആരുടെ മേലും വരും? Every person. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടി ആ നാളുകൾ എന്റെ ആത്മാവിനെ ഞാൻ പകരും. Hallelujah. On those days I will pour my spirit upon the servants and the maid servants. അതിന്റെ വ്യാപാര സഭ മുഴുവൻ ഉണ്ടാകണം. It will start working in the entire ഏത് church. പ്രായക്കാരുടെ മേലും ഉണ്ടാവണം. Upon any age people. ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ ഒറ്റയാളെയും ദൈവം തന്റെ സഭയിൽ The അനുവദിച്ചിട്ടില്ല. word of God does not allow any person in the church to be exempt from this. ഒരു വലിയ സപ്ലൈ ദൈവം കൊടുക്കുന്നു. God is giving a great supply. You don't need to starve. നിങ്ങൾ നിർത്തരുത്. You don't need to live on a ration. നിങ്ങൾക്ക് അല്പം പരിമിതികളുള്ള ഒരു സപ്ലൈ അല്ല. ഒരു വലിയ vast supply. Hallelujah, great vast supply. അതിലേക്ക് വിളിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, come on, നദിയിലേക്ക് ഇറങ്ങി വരൂ. Hallelujah, the Spirit of God says, come and jump into this river. ആത്മാവിനെ പ്രാപിച്ചവരേ, Those people have received the Holy Spirit. നിങ്ങളോട് പറയാനുള്ള ദൂത്, I have a message for you. നമുക്ക് കിട്ടി എന്ന് വിചാരിച്ചിരിക്കരുത്. Don't think that you have received him. Of course കിട്ടി, Kitty, you have received him, പക്ഷെ അത്രയല്ല. but not enough. ആത്മസ്നാനം പ്രാപിച്ചു എന്ന് പറയുന്നില്ലേ? You have been baptized in the Holy Spirit. നിങ്ങൾ അന്യഭാഷ പ്രാപിച്ചു എന്ന് പറയുന്നില്ലേ? You say that you have received the Holy Spirit with the evidence of the speaking in tongues. അത്രേ ഉള്ളൂ പരിശുദ്ധാത്മാവ്. Is that enough of the Holy Spirit?
എഫേസ്യ ലേഖനത്തിൽ എന്താണ് വായിച്ചത്? What did we read in Ephesians? അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. Oh, the greatness of the power of God that is limitless. ബലത്തിൻ വല്ലഭത്വത്തിന്റെ, come on, all the superlative degrees. ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. Hallelujah, the supernatural, superlative, great, oh, exceedingly abundant, great power of the Lord that works in you of those who believe. ബാക്കി ഭൂമിയിലെ എല്ലാ ശക്തിയും അളന്നു കുറിച്ചതാണ്. Every other power in this world has been measured to a limit. എല്ലാം അളന്നു കുറിച്ചതാണ്. Everything in this world has been measured to a limit. ആത്മാവിനെ അളക്കാൻ പറ്റില്ല. But the spirit of God cannot be measured. ഇത് പരിമിതികളില്ലാത്തതാണ്. This is a limitless spirit. നമുക്ക് അല്പേ കിട്ടിയുള്ളൂ. We have only received a little. നമുക്ക് ആർക്കും അല്പേ കിട്ടിയുള്ളൂ. We all have received only a little. അതുകൊണ്ട് എനിക്കെല്ലാം കിട്ടിയെന്ന് പറഞ്ഞിരിക്കരുത്. Don't say that we have received everything. Hallelujah. ആത്മലോകത്തിലെ ഒരു അപകടമാണ് ഈ തൃപ്തി. The greatest danger in the spiritual world is a spirit of satiation or being satisfied. പലപ്പോഴും നമ്മൾ ഇരിക്കുന്നത് പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കും മനസ്സ്. Many times we just sit switched off even when the message starts. നമുക്കറിഞ്ഞൂടെ? We know this. നമ്മൾ എത്ര പ്രസംഗം കേട്ടു? We've heard so many messages. Well, of course, തയ്യാറാകാതെ ബ്ലഫ് ചെയ്യുന്ന പ്രസംഗങ്ങളുണ്ടെന്ന് ഞാൻ There are some preachers who are bluffing. കാര്യമായിട്ടൊന്നും കാണുകയില്ല അവരുടെ കയ്യിൽ. They may not have a big stock. ഇനി ഒത്തിരി വലിയ കാര്യമായിട്ടില്ലെങ്കിലും ആത്മശക്തി ഉണ്ടായിരുന്നെങ്കിൽ, I mean, even if you don't have a great sermon to preach, if you had the power of the Spirit of God, it'll touch the lives. ആത്മശക്തി ഇല്ലാതെയും പോകുന്ന ഒത്തിരി ആളുകളുണ്ട്. There are many people who are not walking according to the power of the Holy Spirit. അതൊക്കെ ഞാൻ സമ്മതിക്കാം. പക്ഷാലും എന്നാലും ദൈവത്തിൻ്റെ ആത്മാവിന് ഒരു ദിവസം നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ കൊതിയോടെ വരുന്നവരോട് സംസാരിക്കില്ലേ? Amen. If you come with a desire, with a great desire, God will have something to speak to you and He will use an opportunity to speak to you. ഏതെങ്കിലും ഒരു വഴിക്ക്, in one way or the other. Maybe പാടിയ പാട്ടിന്റെ ഒരു വരിയായിരിക്കാം. Maybe through a line of a song that was sung. Maybe സാക്ഷിയിൽ ആരോ പറഞ്ഞ ഒരു വാക്കായിരിക്കാം. Maybe a word in the testimony. It can penetrate your heart. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് തുളച്ചു കയറുവാൻ. Yeah, it can and it will. Hallelujah. അത് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് തുളച്ചു കയറുവാൻ. എനിക്ക് നിന്നെ ഇന്ന് കണ്ടേ പറ്റുള്ളൂ. I want to see you guys. നീ എന്നെ ഒന്ന് തൊട്ടേ പറ്റുള്ളൂ. I want to touch you guys. എന്ന് പറഞ്ഞു വരുന്ന വ്യക്തിയുടെ മേലെ സംഭവിച്ചിരിക്കും. If you come with an expectant heart, it will happen in your life. But still, amen. More deeper things of the spirit. നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ആത്മാവിന്റെ ആഴങ്ങളുണ്ട്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ തെളിച്ച് പറയാൻ പോവാം. I'm going to explain this further. നമ്മൾ അന്യഭാഷ പറഞ്ഞു. We speak in the other tongues. എത്ര വാക്ക് ഇതുവരെ അന്യഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്? How many words we have spoken in the Holy Spirit? ഏറെക്കുറെ എല്ലാ ദിവസവും ഒരു 4-10 വാക്കല്ലേ പറയാറുള്ളൂ. Pretty much every day we are repeating the same words, right? തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെ. And from the time that you've gotten filled with the Holy Spirit, you've been saying the same tongue, right? അത്രയേ ഉള്ളൂ എന്നാര് പറഞ്ഞു? Is that all? അതാണോ അന്യഭാഷ എന്ന് പറയുന്നത്? Is that other tongues? നിങ്ങൾ ആദ്യം വർത്തമാനം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഒത്തിരി വാക്ക് പറഞ്ഞോ? When you started speaking as a child, did you speak a lot of words? ക്രമേണയല്ലേ വാക്ക് പഠിച്ചത്? As you grew up, you started getting more and more filled with your vocabulary. അത് പിന്നെ വളർന്നില്ലേ? നിങ്ങളുടെ vocabulary വളർന്നില്ലേ? Your vocabulary grew. ആത്മലോകത്തിലും ഈ vocabulary വളരുമെന്നറിയോ? Do you know that in your spiritual life also this vocabulary has to grow, will grow? അന്യഭാഷ ഈ 10 വാക്കേ ഉള്ളെന്ന് ധരിക്കരുത്. Don't think that the words that you got when you got filled with the Holy Spirit first is enough and that's it. അത് വർദ്ധിക്കും. It'll grow. Hallelujah. വർദ്ധിക്കും. Amen. ദിവസവും ഭാഷ വർദ്ധിക്കും. Every day your language will get better.
Amen. Thank you, Jesus. മണിക്കൂറുകൾ ആത്മാവിൽ ആളുകൾ സംസാരിക്കും. There are people who are able to speak in the spirit for hours together. ദിവസങ്ങൾ ആത്മാവിൽ സംസാരിക്കും. Days together they will speak in the spirit. Not the same words. ഒരേ വാക്കുകളല്ല. Hallelujah. സ്തോത്രം. Thank you, Jesus. We have traveled to different places ഞാൻ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത വ്യക്തിയാണ്. to pray. പ്രാർത്ഥിക്കാൻ വേണ്ടി. Not for sightseeing, not for anything else. Just to pray for different states, different people, different nations. പല രാജ്യങ്ങൾക്ക് വേണ്ടി, പല സ്ഥലങ്ങൾക്ക് വേണ്ടി, പല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി, സ്ഥലം കാണാൻ വേണ്ടിയല്ല. ഞങ്ങൾ അനുഭവിച്ചൊരു കാര്യം, ഓരോ ദേശത്ത് ചെല്ലുമ്പോൾ language changes. One thing that we've experienced is that when we go to different nations, അവിടുത്തെ ഭാഷകൾ മാറും. Now, our speaking in tongues changes. ഞങ്ങൾ പറയുന്ന അന്യ ഭാഷകൾ മാറും. That's what we have experienced. അത് ഞങ്ങളുടെ അനുഭവമാണ്. അതിൽ വളർച്ച ഉണ്ടാവണം. We should grow in our experience of the Holy Spirit. അത് മാത്രമല്ലല്ലോ. Not only that. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 14 അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ പറയുകയാണ്. 1 Corinthians chapter 14 verses 14 and 15, Paul the apostle says. ആയാൽ എന്ത്? Now what? ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നെങ്കിൽ എൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. If I'm speaking in other tongues, my spirit is speaking. എൻ്റെ ബുദ്ധി അഫലമായിരിക്കും. And at that time my intellect is not in control of me. അന്യഭാഷ പറയുമ്പോൾ എൻ്റെ ബുദ്ധി അല്ല പ്രവർത്തിക്കുന്നത്. It is not my intellect. I'm not thinking rationally. ആത്മാവിന്റെ ഒരു കാര്യമാണ്. It is another realm of the spirit. എന്നിട്ട് പറയുകയാണ്, Then he says, ആകയാൽ എന്ത് ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. I will pray with my wisdom. പക്ഷെ ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. But I will pray in the spirit as well. ഞാൻ ബുദ്ധി കൊണ്ട് പാടും. I will pray with my intellect. അറിയാവുന്ന പാട്ട് ഞാൻ പാടും. The songs that I know. ഞാൻ പഠിച്ചിട്ടുള്ള പാട്ട് ഞാൻ പാടും. I will sing the songs that I know. പക്ഷെ ഞാൻ ആത്മാവ് കൊണ്ട് പാടും. But I will also sing in the spirit. അങ്ങനെ സംഭവമുണ്ട്. So there is another realm, another experience. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന സംഭവം. There is a realm where you speak or pray in the spirit. ആത്മാവിൽ പാടുന്ന സംഭവം. There is a realm where you are able to sing in the spirit. Well, അതിന്റെ പ്രത്യേകത എന്താണ്? What is the specialty of it? അതാണ് റോമാലേഖനം 8 അധ്യായം 26-27 വാക്യം പറയുന്നത്. And Romans chapter 8 26 and 27, Paul says that. എന്റെ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ചാൽ എനിക്ക് അറിയാവുന്ന കാര്യത്തിന് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. When I am praying with my intellect, I can only pray for the things that I know about from an intellectual understanding. എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് The things that I am feeling. പക്ഷെ എന്റെ പ്രശ്നങ്ങളെല്ലാം എനിക്കറിയില്ല. I cannot know, and I do not know my problems. ഞാൻ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ I do എനിക്കറിയില്ല. not know the problems that I'm going to encounter in the future. ശരീരത്തിലെ രോഗങ്ങൾ പലതും എനിക്കറിയില്ല. I do not even know the infirmities that I'm carrying on പക്ഷേ my ഇതിനെ body. അറിയുന്ന ഒരു ആത്മാവ്. But there is a spirit that knows them. ആ ആത്മാവ് അങ്ങോട്ട് പ്രാർത്ഥിച്ചോണം. When that spirit starts speaking, praying, എനിക്ക് അറിയാൻ മേലാത്ത ആവശ്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കും. and he starts praying for the things that I do not know. Hallelujah. എന്നെ തകർക്കാൻ ദുഷ്ടശക്തികൾ പദ്ധതിയിട്ട് എനിക്കെതിരെ ആസൂത്രണം ചെയ്തിരിക്കുന്ന സംഗതികൾ വന്നു കഴിഞ്ഞെങ്കിലേ എൻ്റെ ബുദ്ധി അറിയത്തുള്ളൂ. പക്ഷേ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവന് ആത്മാവ് ആ കാര്യം ഏറ്റെടുക്കും. Hallelujah. When the powers of darkness have devised their cunning devices in order to destroy me, only when they hit me, then only I will know it in my intellect and my natural ability. But one who is able to speak and pray in the spirit is able to foresee the things that are coming against him. Hallelujah. എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും, what is he talking about? When I say these things, some people say, എന്തായി പറയുന്നേ? പിശാച് പ്രവർത്തിക്കുന്നു, കുഴപ്പമുണ്ടാക്കാൻ പോകുന്നു. What are you talking about? The enemy is going to reap havoc in you. ഈ പറയുന്നത് എന്താ? കഴിഞ്ഞിടയ്ക്ക് ഒരു പാസ്റ്റർ എന്നെ വിളിച്ചു. The other day, a pastor called me.
എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എന്നോട് കുറച്ച് കാര്യം സംസാരിക്കണം എന്ന് പറഞ്ഞ ഭാര്യയുടെ ഫോൺ കൊടുത്തു. And so he told me that his wife wants to speak to me. And so he gave the phone to his wife. അപ്പോൾ അവരോട് സംസാരിക്കാൻ തുടങ്ങി. So then we started talking. അവർ ദിവസവും പള്ളിക്കകത്ത് പോയി മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണ്. And she's a woman who goes to the church and then prays for hours in the church. അപ്പോൾ ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവർക്കൊരു അപകടം ഉണ്ടായി. So unexpectedly, she actually got into an accident. അവർ ചില കഞ്ഞി വെച്ചു, അതിങ്ങോട്ട് എടുക്കുകയും ഇതെല്ലാം കൂടെ മേത്തോട്ടങ്ങ്. So as she was cooking rice, as she was lifting the pot up, the water and the rice fell on her. എല്ലാം കൂടെ പൊള്ളി ഇരിക്കുന്ന സമയമാണ്. And so she has burns all over her body. അപ്പോൾ പള്ളിയിൽ പോകാൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല. She's not able to go to the church or pray. വേറെ 4 സ്വപ്നം കണ്ടു. But she saw 4 dreams പലരെ കുറിച്ചാണ്. about different people. ഒരു സ്വപ്നത്തിൽ In one dream, പറഞ്ഞത് ഇതാണ്, this is what she saw. വേറൊരാള് അവരുടെ ഭർത്താവ് മരിച്ചു. Her husband died. സ്വപ്നം കാണുകയാണ്. She's seeing this in a dream. പക്ഷെ സ്വപ്നത്തിൽ പറയുകയാണ് ഭാര്യയ്ക്ക് അത് നിർത്തലാക്കാമായിരുന്നു. And then in the dream, it is being told that the wife could have prevented the husband's death. അത് കഴിഞ്ഞു. So that dream went. 4ാമത്തെ സ്വപ്നം, And the 4th dream, അവരുടെ ഭർത്താവ് മരിച്ചു പോകുന്നു. and her husband. So this was the first one was about the another person. So this is now her own husband dying. അപ്പോഴാണ് എന്നെ വിളിച്ചത്. And that's when she called me. അതിന് ചില ദിവസം മുമ്പ് ഞാൻ അവിടെ പോയി. And a few days before this, I had gone to this house. ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോയി. എൻ്റെ ഭാര്യയ്ക്ക് ഈ സ്ത്രീ ഈ പുള്ളി കിടക്കുന്ന സമയത്ത് ഒന്ന് കാണാൻ വേണ്ടി. So my wife wanted to see this pastor's wife when she was actually, after she had met with the accident. പോയി വർത്താനം എല്ലാം പറഞ്ഞു വെച്ച് മുറിക്കകത്ത് പോയി വർത്താനമൊക്കെ പറഞ്ഞു വെച്ച് പുറത്ത് വന്നിട്ട് ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഈ പാസ്റ്റർക്ക് ശരീരത്തിൽ ഇച്ചിരി പ്രശ്നമുണ്ട്, ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. And so after we spoke, and then my wife went in and spoke with her and came back and said, this pastor has some problem, so please lay your hands upon him and pray for him. എനിക്ക് അന്നേരം ചെയ്യാൻ ഇഷ്ടമില്ല. I did not want to do that. കാരണം എൻ്റെ ഒരു ആത്മനിയോഗം അല്ല. So I am not prompted in the spirit to do this. എൻ്റെ ഭാര്യ പരസ്യമായിട്ട് പറഞ്ഞു കളഞ്ഞു. But my wife actually publicly said, I need to pray. So I had to do it. അപ്പോൾ എനിക്ക് ചെയ്തേ മതിയാകത്തുള്ളൂ. So I prayed. ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ I knew in my body എൻ്റെ ശരീരത്തിൽ ഞാൻ there അനുഭവിച്ചു. is a power that is disturbing him physically. തന്നെ ശാരീരികമായി അലട്ടുന്ന ഒരു ശക്തി തൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നുണ്ട് എന്ന് ഞാൻ എൻ്റെ ആത്മാവിൽ മനസ്സിലാക്കി. In my body. എൻ്റെ ശരീരത്തിൽ ഞാൻ മനസ്സിലാക്കി. So I went home. ഞാൻ വീട്ടിൽ പോയി. അപ്പോൾ അതിന് ശേഷമാണ് ഇവരെന്നെ വിളിക്കുന്നത്. So this particular call that I talked about earlier on, that was after I went home, and that's when they called. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം. I said, I will come. അതിന് മുമ്പ് നിങ്ങൾ 2 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. I asked them to fast and pray for a couple of days before that. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ 2 പേരെ പറഞ്ഞു വിടും. I will send a couple of people to pray with you. അവരിങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. പിശാചിന്റെ ശക്തികളോട് എരുതി പോരാടി പ്രാർത്ഥിക്കുന്നത്. And they actually fight against the powers of darkness, so they will pray. എല്ലാ സമയം വന്ന് അവിടെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് 2-ാം ദിവസം ഉച്ച കഴിഞ്ഞ് ഞാൻ വരാം. So I cannot come and be with you both those days. So I'll come on the 2nd day in the afternoon. So ഞങ്ങൾ ഇവിടെ ചെന്നു. So we went there. ആത്മാവ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. The Holy Spirit said a few things. ഒരു വലിയ പോരാട്ടമാണ് ഈ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി. So there is a big power of darkness that is trying to kill this man. കാരണം ഈ സ്ത്രീ ഇരുന്ന് ഈ പ്രാർത്ഥനയും ഈ ശുശ്രൂഷയെല്ലാം ചെയ്തപ്പോൾ അപ്പുറത്തെ അടുത്തിരിക്കുന്ന പുള്ളിക്ക്
അവിടെ ഇരിക്കാൻ മേല. So because this woman is actually doing all this worship and ministry and all these things, there is a power of darkness on the next door or place, and he could അപ്പുറത്ത് ഒരു not stay there. അമ്പലമുണ്ടെന്നേ, ഒരു അമ്പലമുണ്ട്. അവിടെ There is ഇരുന്ന് പുള്ളി ഇത് താങ്ങുന്നില്ല. there is a temple, so there is a power there, and that could not stay there anymore. അപ്പൊ ഇവരെ തകർത്തേ ഒക്കത്തുള്ളൂ. So now the only way to for them to survive is destroying this pastor and family. അപ്പൊ ഇവരുടെ പ്രാർത്ഥന അങ്ങ് മുടക്കി. So first was the accident by which will stop the prayer in the church. അപ്പൊ ഈ മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഈ പദ്ധതികളാണ്. So the powers, the cunning devices are being done in order to destroy this man of God. ഞാൻ ഈ ആളിന് വേണ്ടി പോയി തൊട്ട് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ പോയ ദിവസം മുതൽ, And from the day that I prayed for this man of God and went to my house, ഈ പ്രാർത്ഥിക്കാൻ വരുന്ന ദിവസം വരെ, and from that day to the day that I went back to pray, ദിവസവും എൻ്റെ പിശാച് ശരീരത്തിൽ വന്ന് ഓരോ പ്രശ്നങ്ങൾ വരുത്തി പോരാടും. and there was an attack on my body on a daily basis by the enemy. ഒരു ദിവസം ഒരിടത്തായിരിക്കും, ഒരു ദിവസം വേറെടുത്തായിരിക്കും. And it could be one part and another day another part. അപ്പൊ ഇത് കുറെ ദിവസം എടുത്തു, കാരണം എനിക്ക് ഉടനെ പോകാൻ പറ്റില്ലായിരുന്നു. I couldn't go quickly, immediately, so it took a few days. So I felt the battle in my body. ഈ പോരാട്ടം എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചു. Finally we went there. അവസാനം ഞങ്ങൾ പോയി. We prayed in the spirit. ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു. We said, devil, get out. പറഞ്ഞു, പിശാചേ പുറത്തു പോ. You have no authority on this man. ഈ മനുഷ്യന്റെ മേൽ നിനക്ക് അധികാരമില്ല. You have no authority on ഈ this man. മനുഷ്യന്റെ മേൽ നിനക്ക് അധികാരമില്ല. Now I command you, get out. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, പുറത്തു പോ. They did. അത് പോയി. And my body was released. എൻ്റെ ശരീരത്തിനും പൂർണ്ണമായ വിടുതൽ ലഭിച്ചു. It was not my sickness. ഇത് രോഗമല്ലായിരുന്നു. എനിക്ക് ശരീരത്തിൽ രോഗമല്ലെന്നേ, അത് ആ മനുഷ്യനോടുള്ള പോരാട്ടം എൻ്റെ ശരീരത്തിൽ അറിയുകയാണ്. Amen. It is not a sickness on my body. I am feeling, knowing the battle that the man of God is facing, and I'm feeling it on my body as I'm praying for him. ആത്മശുശ്രൂഷക്കാരെ നശിപ്പിക്കാൻ, കൊന്നുകളവാൻ പിശാചിന്റെ ശക്തമായ വ്യാപാരം ദേശത്തിലുണ്ട്. There is a power of the enemy that is working territorially in the land to destroy the servants of God who are operating in the realm of the Holy Spirit. അതിനെ തകർക്കാൻ നാം ആഴത്തിൽ പോണം. And in order to destroy that, we need to go into the deeper realms of the Holy അത് Spirit. നമ്മളെ ബാധിക്കാൻ പാടില്ല. Which should not affect or touch us. അതിന്റെ ശക്തിയെ കെടുത്തിക്കളയുന്ന, നിർവീര്യമാക്കി കളയുന്ന ബലം ദൈവത്തിന്റെ ആത്മാവിലുണ്ട്. The Holy Spirit has the power that can quench the fiery darts of the enemy. 27-ാം വാക്യം, റോമർ 8:27. Romans 8:27. ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Oh, the Holy Spirit will pray for the men of നമുക്ക് വേണ്ടി God. മാത്രമല്ല, Not only for us. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. When we are praying in the Spirit, we are praying for the holy men and women of വേറെ God. അടുത്ത ആളിന് വേണ്ടി പ്രാർത്ഥിക്കും. We will pray for the people next to നമുക്ക് us. അറിയാമേലാത്ത ആളുകൾക്ക് We വേണ്ടി will pray പ്രാർത്ഥിക്കും. for the people that we do not know. പിശാചിന്റെ പ്രവൃത്തികൾ അഴിഞ്ഞു പോകും. Oh, the works of the enemy shall be unshackled. സഭയിൽ ഓരോ വ്യക്തികളെ നശിപ്പിക്കാൻ, കുടുംബത്തെ ശല്യം വരുത്താൻ പിശാച് വന്ന് പ്രവർത്തിക്കുമ്പോ ആ സഭയിൽ ആത്മമണ്ഡലക്കാരി വേണം. അതിന്റെ കോട്ടയെ ഇടിച്ചു കളയുന്ന ആത്മബലം നിറഞ്ഞവർ. Hallelujah. When the enemy is trying to destroy the individuals and the families within the church should be filled with people who are full of the Holy Spirit, who are able to combat the power of the enemy. ആ വീട്ടിൽ ഏത് ശക്തി ഉപദ്രവത്തിന് വന്നാലും ആ സമയത്ത് അതിനെ വിടുവിക്കുന്ന അഭിഷേകമുള്ളവർ ഏത് സഭയിലും വേണം. Anointed men and women of God must be there in every church that is able to combat the power of the enemy that tries to destroy the families
peace and the bonds of fellowship within a church. നിങ്ങളുടെ മക്കളെ പാപത്തിൽ പിടിച്ചുകൊണ്ട് പോകാൻ പിശാച് വരും. The enemy will try to entice your children into sin. നിങ്ങളുടെ ആത്മമണ്ഡലമെല്ലാം നിങ്ങളുടെ മക്കൾക്ക് കാണില്ല. And the children that you have do not have the realms of the spirit that you are able to operate in. ആകർഷിക്കുന്ന ലോകമാണുള്ളത്. Oh, they are in a very enticing world. അതിന്റെ വല വിരിച്ച് അത് നിങ്ങളുടെ മക്കളെ വലയിലാക്കാൻ തുടങ്ങുമ്പോൾ, And when the net of the enemy is trying to net your children in, ആത്മാവിൽ അറിയുന്നവർ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ, the people who are able to discern in the spirit must pray in the spirit. അതിന് ശക്തിയെ കെടുത്തിക്കളയും. Hallelujah, it will quench the fiery darts of the enemy. ചില വീട്ടിൽ ആ ശക്തിയുള്ള മാതാപിതാക്കൾ ഇല്ലെങ്കിൽ, Hallelujah, if the fullness of the spirit is not there in your house, ദൈവസഭയിൽ ചിലർ വേണം. there must be people in the church. വെളിപ്പാടുകളുടെ ആളുകൾ വേണം. There must be people with revelation. അവർ ആ വീട്ടിൽ ചെല്ലണം. They must go to those houses. ആത്മാവിൽ ചിലർ സംസാരിച്ച കേൾക്കണം കേട്ടോ. They must be able to speak in the spirit and you should listen to them. മക്കളെ അമിതമായി വിശ്വസിച്ചിരിക്കരുത്. Do not believe your children more than the others. നിങ്ങളുടെ മക്കളെ വിശ്വസിക്കണ്ടെന്നല്ല. I'm not saying that do not believe your children. നിങ്ങളുടെ മക്കളെ ഞൊണ്ടിക്കൊണ്ട് പോകാൻ പിശാചിന് But പദ്ധതികളുണ്ട്. the enemy has the net to snatch away your children. നിങ്ങളുടെ ആത്മജീവിതം തകർക്കാൻ അത് മതി. Oh, your spiritual life will be destroyed. നിങ്ങളുടെ ബലം തകർക്കാൻ അത് മതി. It will destroy your power. നിങ്ങളുടെ സാക്ഷ്യം തകർക്കാൻ അത് മതി. It will destroy your testimony. അതിനുവേണ്ടി വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയെ കുറിച്ച് നിങ്ങൾ You ബോധവാന്മാരാവണം. must be aware of the power of darkness that try to do that. ഏത് വീട്ടിൽ ഇത് സംഭവിച്ചാലും, Yeah, if it happens in any അതിന് house, പദ്ധതികൾ ഉണ്ടാകുമ്പോൾ തന്നെ when the plans are being devised, ആത്മപ്രാർത്ഥനക്കാർ ചെല്ലണം. oh, there must be people who are able to discern it. നിങ്ങൾ അതിന് ശക്തിയെ ഇല്ലായ്മ ചെയ്യണം. You must be able to quench those powers. ഇതാണല്ലോ പരിശുദ്ധാത്മാവ് പറയുന്നത്. That is what the Holy Spirit says. എന്നെ ശക്തരാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. I am able to do everything through Christ who strengthens me. ഞങ്ങളുടെ ആയുധങ്ങൾ ബുദ്ധിയുടെ ശരീരത്തിന്റെ ജഡത്തിന്റെ ആയുധങ്ങളല്ല. Our weapons of warfare are not carnal. കോട്ടകളെ ഇടിപ്പാൻ ആത്മാവിൽ ശക്തിയുള്ളത്. They are mighty indeed to bring down the fortresses of എന്ന് the പറഞ്ഞാൽ enemy. ഈ പിശാച് എന്ത് പണി ചെയ്താലും, Whatever be the trick of the enemy, ഏത് തകർച്ച വരുത്തിയാലും, whatever be the destruction, അത് കുടുംബത്തിലാകട്ടെ, whether it be a family, വ്യക്തിയാകട്ടെ, whether it be an individual, സഭാ മണ്ഡലത്തിൽ തകരാറ് വരുത്താനാകട്ടെ, whether it be within the realm of a church, ഇതൊന്നും ആകസ്മികമായി പെട്ടെന്നുണ്ടാകുന്നതല്ല. this is not coincidental or accidental. ഇത് പിശാച് ആസൂത്രണം ചെയ്യുന്നതാണ്. These are devised by the enemy. ഇതിന് അഭിഷേകമുള്ളവർ വേണം. There must be anointed people. ആത്മാവിന് ആഴമുള്ളവർ There വേണം. must be people who are able to operate in the പിശാചിന്റെ Holy Spirit. പദ്ധതികളെ അവർ കാണണം. They must be able to see the fortress of the enemy. പിശാച് ഏതിലെ കയറി വന്നാലും അവർ കാണണം. They must be able to see it from any angle it's coming. അതിനെ കേവലം കണ്ട് ഭയപ്പെടാനല്ല, Not to be chuckling under നേരെ the power, കയറി ചെല്ലണം അതിന് നേരെ. but to come and combat it. പിശാച് നിന്റെ കോട്ട നീ The കെട്ടിയാൽ enemy, if you put a fortress around me, ഞങ്ങളത് അനുവദിക്കില്ല. I will not let it നീ happen. കെട്ടിയതും ഞങ്ങൾ ഇടിക്കും. I will break down what you bind. ഒറ്റ വീട്ടിൽ നിന്റെ കോട്ട കെട്ടാൻ I സമ്മതിക്കില്ല. will not allow the fortress to be in any house. അതന്നെ ആത്മാവിന്റെ ആഴം വേണം. You must know the depths of the Holy ഞാൻ Spirit. അന്യഭാഷ പറഞ്ഞാൽ പോരാ, Not only speaking in tongues. കൃപാവരം വേണം, Oh, you must have the operation gifts of the Holy Spirit. വെളിപ്പാട് You വേണം, must have the revelation. ദർശനം You വേണം, must have vision. പ്രവാചകന്മാര് You വേണം, must have prophecies. വീര്യപ്രവർത്തികൾ ചെയ്യുന്ന ആത്മതുള്ളവർ വേണം. There must be people who are filled in the Holy Spirit who are able to do mighty works of God. പിശാചിന്റെ ഒരു പ്രവൃത്തിയെയും ഭയപ്പെടാത്തവർ, No work of the enemy should bring fear into you. എത്ര വലിയ ശക്തി കൊണ്ട് വന്നാലും Whatever be the work, പിശാച് നില്ല അവിടെ. stop there. Right. ഈ ആത്മാവിന്റെ ആഴമുള്ളവൻ നില്ലവിടെ എന്ന് പറഞ്ഞാൽ പിശാച് അവിടെ നിൽക്കും. Oh, if you have the depths of the Holy Spirit, when you say stop, he will stop there. Hallelujah. ഹല്ലേലൂയ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്തുന്നു. Let me give you one more thing and I'll stop. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്നല്ലേ പറഞ്ഞ. Out of those who believe, as the scripture says, rivers of living water shall flow. ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. Listen to it one more time. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ ഒന്ന് കുടിക്കട്ടെ. Those who thirst, come unto me. നമ്മൾ വെള്ളം കുടിച്ചാൽ ഇങ്ങനെ ഒഴുകത്തൊക്കെ വെള്ളം കുടിക്കുമോ?
Do we drink to a point where it will start flowing? നോ, നമുക്ക് ദാഹം തീരുമ്പോൾ വെള്ളം കുടി നിർത്തും. We stop when our thirst is quenched. അങ്ങനെയാണ് സാധാരണ വെള്ളം കുടി. That's usually how you drink, right? പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? But what does that say? Continue to drink. എന്നിട്ട് ഒഴുക. It'll flow. എങ്ങനെ ഒഴുകണം? How? നദികളായിട്ട് ഒഴുകണം. As rivers. ഇൻ ദ പ്ലൂറൽ. Amen. ബഹുവചനമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? What does that mean? ആ വെള്ളം മറ്റുള്ളവർക്ക് ഉപകരിക്കണം എന്നാണല്ലോ. That water must be beneficial to others. നാട്ടിൽ കൂടെ ഒഴുകണമെന്നാണല്ലോ. It should flow through the land. ദാഹമുള്ളവർ ഇത് കിട്ടണമെന്നാണല്ലോ. The people who are thirsty, they must receive that water. നാടിന്റെ അന്തരീക്ഷം ഒന്ന് മാറണമെന്നല്ലേ. Oh, the atmosphere of your land must ആ change. വരൾച്ച ഒന്ന് മാറണമെന്നല്ലേ. ആ വരൾച്ച ഒന്ന് മാറണമെന്നല്ലേ. Must change. അവിടുത്തെ കൃഷി ഒന്ന് നന്നാവണമെന്നല്ലേ. Oh, the farmlands must flourish. എന്ന് പറഞ്ഞാൽ, you know what that means? നമ്മിൽ നിന്ന് ഇത് വേറൊരാൾക്ക് കിട്ടണമെന്നല്ലേ. It should go from us to others. Hallelujah. ഒരു ഇംപാർട്ടേഷൻ വേണമെന്നല്ലേ. There must be an impartation. Hallelujah. നമ്മുടെ കയ്യിൽ ഇരുന്നാ പോരാ. It shouldn't be within us. അതായത് നിങ്ങൾ അപ്പന്മാരിൽ നമ്മുടെ മാരിൽ നിന്നും നിങ്ങളുടെ മക്കളിലേക്ക് ഒരു പകർച്ച പോകണം. There must be an impartation from the dads and the moms to your children. ആത്മാ ഒഴുകണം അവരുടെ മേൽ. The Holy Spirit must flow from you to them. Amen. അവരടുത്തിരിക്കുന്നതിനാൽ, When they are sitting next to you, നിങ്ങൾ അവരുടെ കയ്യിലൊന്ന് പിടിക്കുന്നതിനാൽ, when you hold on to their hands, ഒരു പകർച്ച. there must be an impartation. ഒരു ലൈവ് വയറിൽ കൂടെ വിദ്യുച്ഛക്തി പോകുന്നത് പോലെ, Just like the live wire conducts electricity, അങ്ങനെ ഒരു പകർച്ച. an impartation. അശ്രദ്ധമായി മക്കൾ കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കാൻ പറ്റാതെ നിങ്ങളിൽ നിന്ന് വ്യാപരിക്കുന്ന ഒരു അഭിഷേകം അവരിലേക്ക് ചെന്നിട്ട് അവരും ആത്മസ്നാനം പ്രാപിച്ച് അവരും കൂടെ അന്യഭാഷ പറഞ്ഞു അവരും കൂടെ ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു മണ്ഡലം വീട്ടിലുണ്ടാവണം. Let there be a realm in your houses. Hallelujah. During your family prayer, you are not careless and casual. You are anointed with the power of the Holy Spirit, whereby it flows from you into your children, and there is a manifestation, a demonstration of the power of the Holy Spirit. വേറെ ചിലരുടെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ And some other people are praying with you. Let this power flow through you into those lives. Hallelujah. നിങ്ങളിൽ വ്യാപരിക്കുന്ന ഈ ആത്മശക്തി മറ്റുള്ളവരിലേക്ക് ഒഴുകുമാറാകട്ടെ. The burden for the soul. Hallelujah. Let it flow from you. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഭാരത്തിന്റെ ഒരു നദി നിങ്ങൾ ഒഴുകുമാറാകട്ടെ. Let the anointing of the Holy Spirit flow through you. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ നദി നിങ്ങളിൽ നിന്ന് ബഹിർഗമിക്കട്ടെ. There be the power of healing from you through your hands flow through the body. സൗഖ്യത്തിന്റെ ഒരു നദി ചിലരുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകട്ടെ. വലുത് അപ്പോസ്തല പ്രവൃത്തിയിൽ സംഭവിച്ചില്ലേ? Hallelujah. Didn't it happen in the Acts of the Apostles? അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ ആളുകൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയല്ലോ. Hallelujah. When the apostles laid hands, people received the Holy Spirit. എന്താണ് ആ കൈവപ്പ്? What is a laying on of hands? ശക്തിയുടെ ഒരു പകർച്ചയല്ലേ? High impartation of power. അത് വെറും കൈവപ്പല്ല. It was not just a simple laying on of hands. ശക്തി പോയി. And there was a power. അവരുടെ സ്വന്തം ശക്തിയല്ല. Not their power. മേലോകത്തിൽ നിന്ന് വന്ന് ഇതിനകത്തോട് ഒഴുകിയ A power that came from the above that flew into them, through them. കൃപാവരം കിട്ടി അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ. When they received the gifts of the Holy Spirit, when the servants of God laid hands on them. ഉടുപ്പെ തൊട്ടപ്പോൾ സൗഖ്യം ഉണ്ടായി. When they touched their dress, their cloaks, they started getting the Holy Spirit. ഉടുപ്പ് കൊണ്ട് ആളുകളുടെ മേൽ തൊട്ടപ്പോൾ രോഗശാന്തി ഉണ്ടായി. And the cloak that Paul was wearing, when that was put on other people, they got healed. സാന്നിധ്യം, shadow. Hallelujah. പത്രോസിന്റെ shadow നിഴല് തട്ടിയപ്പോൾ ആ സാന്നിധ്യം സൗഖ്യം വരുന്നു. The presence, the shadow of Paul, the power of the Holy Spirit manifested there. Impartation അല്ലേ അത്? Is that impartation? Hallelujah. Oh Jesus. ഒരു കാലത്ത് എന്തോ കിട്ടിയെന്നും പറഞ്ഞിരിക്കുന്ന ഇരിപ്പ് വിട്ടിട്ട്
from this type of sitting whereby we think that we receive something sometime. പറഞ്ഞ അന്യഭാഷ മാത്രം പോരാ എന്ന് ഉള്ളത് മനസ്സിലാക്കി. Understanding that what you received and the tongues that you were able to speak some time ago is not enough. വരൂ, ആഴത്തിലേക്ക് വരൂ. Let's come deeper, deeper, deeper. ഇതിനകം മൊത്തം ഇറങ്ങട്ടെ. Hallelujah. Let our entire self get into it. Let our entire body get into the deeper things of the ആത്മാവ് കേറി ശരീരം മൊത്തം അങ്ങ് Let നിറയട്ടെ. the Holy Spirit fill us from head to foot. എന്നിട്ട് നമ്മുടെ മക്കളിലേക്ക് ഒഴുകട്ടെ. Let it start flowing to our children. നമ്മുടെ പള്ളിയിൽ വന്നിരിക്കുമ്പോൾ അടുത്ത വ്യക്തിയിൽ ദൈവസാന്നിധ്യം ഒഴുകത്തക്ക ഒരു മണ്ഡലം. Oh, a realm of the Holy Spirit whereby when we are sitting inside the sanctuary on the pews, a flow of the Holy Spirit flows from us to the person that is sitting next to us. ഒരു അവിശ്വാസി കയറി വന്നാൽ അവരുടെ ഉള്ളത്തിലേക്ക് ജീവന്റെ ഒരു വ്യാപാരം വ്യാപരിക്കുന്ന ഒരു മണ്ഡലം ആരാധന മൊത്തം. A realm of the Holy Spirit during a worship service where an unbeliever comes into your sanctuary. Hallelujah. The life that is working within you start flowing into their life. ഒരു വ്യക്തിയെ സന്ദർശിച്ച് പ്രാർത്ഥിക്കാൻ ആത്മാവ് പറഞ്ഞാൽ ചെയ്തോണം. Oh, when the Holy Spirit constrains you to go and pray for somebody, do it. യോഗത്തിൽ വെച്ച് ഒരാളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാ പറഞ്ഞാൽ സ്വന്തം വികാരമാകരുത്. പരിശുദ്ധാത്മാ പറഞ്ഞാൽ ഡു ഇറ്റ്. If the Holy Spirit constrains you, even within a worship service, if the Lord constrains you to go and lay hands on somebody and pray for them, do it. ഞങ്ങളുടെ മേൽ മാത്രമല്ലത്. It is not upon the pastors alone. ദൈവം തന്റെ ജനത്തെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു. When the Lord wants to visit his people, തന്റെ ആത്മാവിനെ ജനത്തിന്റെ മേൽ പകരാൻ God wants to ആഗ്രഹിക്കുന്നു. impart his spirit upon his people. വലിയ ആഴമുള്ള നദി. Hallelujah. This is a deep river. ആഴത്തിൽ പോയ നിങ്ങൾക്ക് ഇനി ആഴമുണ്ട്. If you go deeper and deeper, you have other depths to go. ഇത് ഒരിക്കലും തീരില്ല. This is an insatiable river. Hallelujah. I urge you by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, Let's get into the deep. ഇതിനകത്തേക്കൊന്ന് ഇറങ്ങാൻ, More deeper. ആഴത്തിലേക്ക്. Let that river fill us. ഈ നദി നമ്മെ ഒന്ന് നിറയ്ക്കട്ടെ. Let this river flow. ഹല്ലേലൂയ. ഈ നദി നമ്മളിലൂടെ ഒന്ന് ഒഴുകട്ടെ. സംഭവിക്കുമെന്നേ. It will happen. സംഭവിക്കും. ഈ തലമുറ ഒരു ദൈവപ്രവൃത്തി കാണും. This generation will see a great power of the Holy Spirit. I believe it is ready for the new generation. ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് അത് ഒരുക്കുന്നത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കുറെ വലിയപ്പന്മാരുടെയും വല്യമ്മമാരുടെയും കഥ മാത്രമല്ല ഇത്. Hallelujah. This is not the story of the older generation. ഞങ്ങളുടെ മേൽ വ്യാപരിച്ചതിനേക്കാൾ കൂടുതൽ വ്യാപാരം. Hallelujah. A greater realm of the Holy Spirit നിങ്ങളുടെ യൗവനക്കാരുടെ മേൽ വരാനുണ്ട്. upon the young people. അടുത്ത തലമുറയുടെ മേൽ വരാനുണ്ട്. Upon the next generation. പക്ഷേ നമുക്ക് പ്രായമുള്ളവർക്ക് ഒന്ന് ഇറങ്ങാം ആഴത്തിലേക്ക്. But can we as an older generation get into നമ്മുടെ it? മക്കൾ ഇതിന്റെ ആഴമൊന്ന് കാണട്ടെ. Let them see the power. ഒരു ആത്മസാന്നിധ്യത്തിന്റെ വ്യാപാരം മക്കളൊന്ന് Let കാണട്ടെ. the children see the realm of the Holy Spirit. Hallelujah. ഉജുബ. Hallelujah. നമ്മെ ഒന്ന് വരുവാൻ. കർത്തൃസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവ നദി ഒഴുകാൻ, നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആത്മശക്തി എന്നിൽ പകരണമേ എന്ന് നമുക്ക് പാടാം. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ, പിന്മഴ നൽക. ഹല്ലേലൂയ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എല്ലാവരും ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി ദൈവത്തിന് സ്തോത്രം കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാവരും കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങിയാട്ടെ. വായ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഒരു ആത്മമണ്ഡലത്തിലേക്ക് ഇന്ന് പകൽക്കാലം എന്നെ ഇറക്കി മാറാകണമേ. ഹല്ലേലൂയ. കർത്താവേ, ഇതുവരെ അറിഞ്ഞ തലങ്ങളല്ല, ഇതുവരെ അനുഭവിച്ച തലങ്ങളല്ല. ഹല്ലേലൂയ. കർത്താവേ, തൃപ്തിപ്പെട്ടിരിക്കുവാനല്ല. ഹല്ലേലൂയ. ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം എന്നെ നിറക്കി മാറാകണമേ. മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവ നദി ഒഴുകാൻ, നീന്തിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുക.
എല്ലാം അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുകാൻ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയും നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയുന്നു തുറക്കനാകാം. നാവിൽ പൊന്മഴ പെയ്ച്ച പരമപിതാവേ മഴ നൽകാം. നാളിൽ പൊന്മഴ പെയ്ച്ച പരമപിതാവേ മഴ നൽകാം. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, ആശ്വസിച്ചിടാം. ചൈതന്യം നൽകണം, നവജീവൻ വേണം, ആശ്വസിച്ചിടാം. സകല ജനങ്ങളുടെ വ്യാപരിക്കണമേ. ഓരോ ഉള്ളങ്ങളിൽ നിന്നും അവിടുത്തെ ആത്മാവ് ഒഴുകിയിറങ്ങുവാൻ ഹൃദയന്ത്രഭാഗത്തു നിന്റെ ആത്മാവിന്റെ വ്യാപാരവും അതിന് ശക്തിയും ഇന്ന് പകർക്കാനും ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിനും മഹത്വം, ദൈവത്തിനും മഹത്വം, ദൈവത്തിനും മഹത്വം. ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഇവിടെ ആരാധനയ്ക്കായി കടന്നു വന്ന സമയം മുതൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ചന്തമായി ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ജനമാത്മീയമായി ചൈതന്യം പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പ്രാരംഭ സമയം മുതൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ മുഖാന്തരം നമ്മെ അറിയിച്ചു. ഈ ദിവസങ്ങൾ ഒരു ആത്മനദി നമ്മുടെ ഉള്ളങ്ങളിൽ ഒഴുകുവാൻ തക്കവണ്ണം ആത്മാർത്ഥതയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹം ദൈവസഭയുടെ മേൽ വ്യാപരിച്ച് അത് ഓരോ ജീവിതങ്ങളിലും അനുഗ്രഹമായി തീരുവാൻ ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, തലകളെ വണക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ വിലയേറിയ സന്നിധിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തിരുമേനി ഉണ്ടാക്കിയ ഈ ദിവസം തിരുസന്നിധിയിൽ വന്ന് വിശുദ്ധന്മാർ ഒരുമിച്ച് ആരാധിക്കുന്ന ഈ പന്തിയിൽ എളിയവരാകുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരുവാൻ ദൈവകൃപ നൽകിയവരായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ കണ്ടുപിരിഞ്ഞ ശേഷം എത്ര ആളുകൾ മരിച്ച് ലോകത്തിൽ മൺമറഞ്ഞു.
അനേകരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടവരായി തീർന്നു. അനേകരും നിരാശകളിലും ദുഃഖങ്ങളിലൂടെ വേർപാട് ദുഃഖങ്ങളിലൂടെ കടന്നുപോയപ്പോൾ സാധുക്കളാകുന്ന ഞങ്ങളെ കരുണയോട് കാത്ത് അവിടുത്തെ സംരക്ഷണ തന്നി ഞങ്ങളെ പരിപാലിച്ച അവിടുത്തെ മഹാദയക്കായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഒരുമിച്ച് കടന്നു വന്ന് യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്ക എന്ന് എഴുതിയ വചനപ്രകാരം ഞങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും പാടുവാനും പ്രാർത്ഥിക്കുവാനും ഐശ്വര്യമായി ദൈവത്തിന്റെ വചനം മുഖാന്തരം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി ഞങ്ങൾ നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ബലപ്പെട്ട് ഇന്ന് പകൽക്കാലം ഈ ആരാധന കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിപ്പോകുന്ന യാത്രകളിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കൂടെ ഇരിക്കണമേ. ഓരോരുത്തരും ഈ ആഴ്ചകളുടെ വിടുന്ന എല്ലാ വിഷയത്തിന്റെ പേരും ദൈവത്തിന്റെ കരം കൂടിയിരിക്കണമേ. അവരുടെ യാത്രകളിൽ അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ജോലികളിൽ അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ബിസിനസ് പരമായ മണ്ഡലങ്ങളിൽ ദൈവം അവരെ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ഇരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. രോഗികളും ദുഃഖിതരുമായിരിക്കുന്നവർക്ക് അത്ഭുത വിടുതലും സൗഖ്യവും കർത്താവ് കൽപ്പിക്കണമേ. സമാധാനത്തോടെ ഞങ്ങൾ ഈ ആരാധന കഴിഞ്ഞു പോകുമ്പോൾ യാത്രയിൽ എല്ലാവരെയും ദൈവം പരിപാലിച്ചു കൊള്ളും. ഒരുമിച്ച് ഞങ്ങൾക്ക് തന്ന ആത്മീയ കൂട്ടായ്മയ്ക്കായി നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. വിശേഷാൽ നാട്ടിൽ നിന്ന് കർത്താവിന് വിലപ്പെട്ടദാസൻ സാമുവേൽ സാർ കടന്നു വരുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനുള്ള അവസരം കൂടെ ഈ ഭൂമിയിൽ നൽകിയതുകൊണ്ട് നന്ദിയോട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ആവശ്യമുള്ള പുതിയ ബലവും ശക്തിയും ദൈവം പകർന്ന് കൃപയിൽ പൊതിയേണ്ടവരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ എല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച് പരിപാലിച്ച എല്ലാ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ഈ സഭയിൽ നൽകിയ എല്ലാ കുടുംബങ്ങളെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാ ജനത്തിനുമേലും ഇരിക്കണമേ. സമാധാനത്തോടെ ഞങ്ങളെ അയക്കണം. ഇനി ഒരുമിച്ച് കൂടി വരുന്നത് വരെ മേഘത്തിൽ ഞങ്ങളെ മറയ്ക്കും. ബലവിനായിട്ട് ഒരുക്കും പുത്രരെ മഹത്വപ്പെടുത്തും. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും കേൾക്കുമാറാകണമേ. കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം ഏവരോടും പ്രാർത്ഥനയിലോർത്ത എല്ലാ വിഷയങ്ങളോടും കടന്നു പോകുന്ന ഈ ജനത്തോടും ഇപ്പോഴും എല്ലായ്പ്പോഴും കർത്താവിന്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ